ഹായ് ഹലോ, മിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക്, നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണ് എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക, നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിച്ചിട്ട് വേണം വീഡിയോ തുടർന്ന് കാണാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ചെയ്യുന്ന വീഡിയോ ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാം. ഒരിക്കലും നിങ്ങളുടെ എനർജി അല്ല, നിങ്ങളുടെ ഒരു ആക്യുറേറ്റ് ആയ എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം. നമ്മുടെ അടുത്ത് വന്ന് ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ റെസനേറ്റ് ആവുന്നത് അവിടെ പോയി ചെയ്യുക. നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നൊരു ഉദ്ദേശമല്ല, നിങ്ങൾക്കൊരു സൊല്യൂഷൻ, ഒരു ഗൈഡൻസ് തരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം, ദുഃഖിക്കുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ സാഹചര്യത്തിൻ്റെ കരകയറാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് നമ്മുടെ റീഡിങ്ങിൽ നിന്ന് കിട്ടുന്ന 100% ഉറപ്പ്. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രം, അല്ലാതെ ആ കാർഡിലും പറഞ്ഞ കാര്യം നടക്കാൻ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ എനർജി ചേഞ്ചായി നമുക്കത് ലഭിക്കുന്നുള്ളൂ. ഓക്കെ, ചില കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ നമ്മളതിനെ മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ ടാരറ്റ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ റീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. നമ്മുടെ എല്ലാ റീഡിങ്ങും അങ്ങനെയാണ്. നമ്മുടെ മറ്റേ ചാനലിൽ നമ്മൾ ഈ ഒരു മാസം നിങ്ങൾക്കിടയിലേക്ക്, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ കരിയറിലോ ഹെൽത്തിലോ അതിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറുമോ, മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് 1-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ പോയി കാണാവുന്നതാണ്. വേണമെങ്കിൽ ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക. നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർ കടന്നു പോകുന്ന സാഹചര്യം ഏതാണ് എന്ന് നമുക്ക് കുറച്ച് കാർഡ് ഇട്ടിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാണ്. ഓക്കെ, നമ്മൾ 13 കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 13 കാർഡിൻ്റെ എനർജി എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ കുറച്ച് നമ്പേഴ്സ് കാര്യങ്ങൾ പറയാം. ഇപ്പം നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ഈ നമ്പേഴ്സിനോ ഈ നെക്സ്റ്റ് ഞാൻ പറയുന്ന സോഡിയാക് സൈനിനോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഓക്കെ, 9, 1, 5, 10, 7, 5 റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. 9, 3, 2, 7 റിപ്പീറ്റ് ആവുന്നുണ്ട്. ഇത്തരം നമ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് സോഡിയാക് സൈൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ക്യാൻസർ, അതുപോലെ തന്നെ വിർഗോ, ലിബ്ര, അക്വേറിയസ്. വിർഗോ റിപ്പീറ്റ് ആവുന്നുണ്ട്. പൈസസ്, അക്വേറിയസ്, ലിയോ. അതിനാണ് എല്ലാം കൂടുതലും റിപ്പീറ്റ് ആയിട്ടാണ് വരുന്നത്. ജെമിനി വരുന്നുണ്ട്, ടോറസ് വരുന്നുണ്ട്, അക്വേറിയസ്, സാജിറ്റാരിസ്. ഓക്കെ, അത്തരം സോഡിയാക് സൈന് വരുന്നുണ്ട്. ഇത്തരം സോഡിയാക് സൈനെ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയോ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടോ നേരത്തെ പറഞ്ഞ നമ്പറുകളോ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഇനി കണ്ടുമുട്ടാൻ പോകുന്ന ദിവസങ്ങളോ അങ്ങനെ ഏതെങ്കിലും സാഹചര്യങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഓരോ കാർഡിൻ്റെയും ഇപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി, ആ വ്യക്തി നിങ്ങളായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടാകാം.
കാരണം ഏതൊരു അവസ്ഥയായിരിക്കാം. ചിലപ്പോൾ ഇത് കുറേ നാളുകളായിട്ടുള്ളൊരു നിങ്ങൾ മാത്രമേ ആ പ്രണയം സൂക്ഷിക്കുന്നുണ്ടാവുള്ളൂ. ഓപ്പോസിറ്റുള്ള ആ വ്യക്തിക്ക് എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ നോക്കുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് എന്താ പറയുക, ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇപ്പോൾ ഒരു സമയം ഏതൊരു റിലേഷൻഷിപ്പാണോ, ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്, ഏതാണെങ്കിലും ആ ഒരു ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മൂവ് ഓൺ ആയി. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി അവരുടെ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ നിന്ന് അവർ മാറി അതിൽ നിന്ന് റിക്കവറായി അതിലെന്തൊക്കെയാണോ ഒരു പെയിൻ ഉണ്ടായി, എന്തൊക്കെയാണോ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇതിൽ ഒരു തീരുമാനം എടുക്കാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. ചിലപ്പോൾ അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ആവുന്ന ഒരവസ്ഥ കാര്യങ്ങളിൽ കൂടെയാണ് ആ വ്യക്തി ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി കടന്നു പോകുന്നൊരു സാഹചര്യം അതാണ്. എന്ത് തന്നെയാണെങ്കിലും അവരുടെ ഒരു ബന്ധമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ളൊരു ബന്ധത്തിലാണെങ്കിൽ ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവരുടെ ലൈഫിലേക്ക് ഇപ്പോൾ നിങ്ങളെ വിട്ടുപോയതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയി മറ്റൊരു വ്യക്തിയിലേക്ക് പോയതാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അവരതിൽ നിന്ന് മാറി. ഓക്കെ, അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി മുന്നോട്ട് പോയി ഒരു ആക്ഷൻ എടുക്കുന്നു. അവരുടെ അത്രയധികം അവർ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകാം, ആ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്കായി പോയിട്ടുണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്നെല്ലാം മാറി അവരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി അല്ലെങ്കിൽ അത്തരം റിലേഷൻഷിപ്പുകളിൽ നിന്നൊക്കെ മാറി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു പ്രോഗ്രസ്, ഒരു ആക്ഷൻ കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ചിലപ്പോൾ ഒരു കരിയറിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു വ്യക്തിയിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബ ജീവിതത്തിലേക്കായിരിക്കാം അവർ തിരികെ വളരെ ഭംഗിയായിട്ട് പോകുന്നൊരവസ്ഥേനെ കാര്യങ്ങളെ അതിലേക്കുള്ളൊരു ധൈര്യം അവർക്കുണ്ടാവുന്നൊരവസ്ഥ, അവരുടെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിനെയും ഓവർകം ചെയ്യാനുള്ളൊരു വളർച്ചയും കാര്യങ്ങളും എല്ലാ തരത്തിലും ശാരീരികവും മാനസികമായിട്ടും അവർക്ക് അതിന് സാധിക്കുന്നു എന്നൊരു കാര്യത്തിനാണ് പറയുന്നത്. അത് എന്ത് തരത്തിലുള്ള ഒരു പ്രതിരോധമാണെങ്കിലും ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും അത് സാമ്പത്തികപരമായിട്ടുള്ളതാണെങ്കിലും എല്ലാ തരത്തിലുള്ളതാണെങ്കിലും അതിനെല്ലാത്തിനും അവർ ഹാർഡ് വർക്ക് ചെയ്ത് ആ പ്രതിരോധങ്ങളെല്ലാം നല്ല രീതിയിൽ ഓവർകം ചെയ്ത് ഒരു കിങ്ങിൻ്റെ പോലെ മുന്നോട്ട് പോകുന്നു. എല്ലാ മത്സരങ്ങളെയും വിജയിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അവരാ കടന്നു പോകുന്ന സാഹചര്യം ഇപ്പോൾ ഓക്കെ. അവരിപ്പോൾ നിങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ തേച്ച് പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ തേച്ച് പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ നല്ല വ്യക്തിയെ കണ്ടപ്പോൾ അവർ പോയതായിരിക്കാം. എന്തായിക്കോട്ടെ, അവരിപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ ഇമോഷണലി അവരുടെ ഏതൊരവസ്ഥയാണെങ്കിലും ബാലൻസ്ഡ് ആയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഒരു രാജാവിൻ്റെ എനർജിയിൽ എല്ലാ തരത്തിലും അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ട് കാണുന്നുണ്ടാകാം എല്ലാ കാര്യങ്ങളെയും. ഓക്കെ, ഒരു കൺട്രോളിലേക്ക് ഒരു ബാലൻസിലേക്ക് വരുന്ന ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ലീഡർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു വൈബിലാണ് പോകുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ചതിച്ചിട്ടുണ്ടാകാം, ശാരീരികമായിട്ടാകാം മാനസികമായിട്ടാകാം, എല്ലാ തരത്തിലും നിങ്ങളോട് പലതരത്തിലുള്ള കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ചതി വഞ്ചന കാര്യങ്ങൾ കാണിച്ച വ്യക്തിയായിരിക്കാം. അതിലൊക്കെ ഒരുപക്ഷെ അവർക്ക് കുറ്റബോധം ഉണ്ടാകാം. അവരതിൽ നിന്നെല്ലാം അത്തരം പ്രശ്നങ്ങൾ അവരെ വേദനിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ആയിരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി വളരെ പെട്ടെന്ന് അവർക്ക് മാറാൻ സാധിക്കുന്നുണ്ടാകാം. അവർ മാറി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് നീങ്ങുന്നു. അതിനനുസരിച്ച് അവർക്ക് അതിന് ഫലം കിട്ടിയിട്ടുണ്ട്. ഒരു കിങ്ങിൻ്റെ എനർജിയിലാണ് അവർ പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ പലതരത്തിൽ ചതിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് വീക്ക്നെസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, മദ്യം, ഡ്രഗ്സ്, അങ്ങനെ എല്ലാ തരത്തിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പല രീതിയിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാകാം. അതേപോലെ തന്നെ ഇവർ ഏതൊരു ബന്ധത്തിലോട്ട് ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് ഇതിലേക്ക് എത്തുന്നത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കാം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം. ഓക്കെ, അവർക്ക് എന്തൊരു കാര്യത്തിനെ അതിജീവിക്കാനും നിങ്ങളെപ്പോലെ നിങ്ങൾ ആ ഒരു ഘട്ടത്തിൽ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവരതേപോലെ വിഷമിച്ചിരിക്കാതെ അവർക്ക് എന്തൊരു ഇഷ്യൂ വന്നാലും അതിനെ ഓവർകം ചെയ്ത് പോകുന്നുണ്ടാകാം. ഓക്കെ, അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോയി കുറച്ച് പേരൊക്കെ ആണെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഓക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളായിട്ട് ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോയതായിരിക്കും മനഃപൂർവ്വം. ഓക്കെ, അവർ ഏതൊരു തരത്തിൽ റിസ്ക് എടുക്കാനും തയ്യാറാകുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, ഒന്നും അവരെ ഒരു അശ്രദ്ധ, നിങ്ങളുടെ ഒരു അശ്രദ്ധയിലായിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ആ
അവർക്കൊന്നിനെ ഭയപ്പെടുന്നില്ല, അങ്ങനത്തെ ഒരു എനർജി കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് അവർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എല്ലാ തരത്തിലും ഇപ്പം നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഇവർ നിങ്ങളെ വിട്ടുപോയി മറ്റൊരു ബന്ധത്തിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ അവർ ആഗ്രഹിച്ച പോലത്തെ ഒരു കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാവില്ല. കുറച്ച് പേരൊക്കെ ഒരു 50-50 ആണ് പറയുന്നത്, ഒരു 50 ഞാൻ പറഞ്ഞത്. ബാക്കി ഒരു 50 പേര് ചിലപ്പോൾ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകും. കാരണം അവർ പോയ സ്ഥലത്ത് എന്തുപേക്ഷിച്ചാണോ, എന്ത് കിട്ടുമെന്ന് വിചാരിച്ചാണോ അവർ പോയത്, അത് അവർക്ക് അവിടെ സംഭവിക്കുന്നില്ല. ഓക്കെ, നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാകാം. കാരണം അവർ ഈ ഒരു സമയത്ത് കുറച്ച് പേര്, ഒരു 50% ആൾക്കാരെ ഞാൻ പറഞ്ഞു, കുറച്ച് പേരിൽ ഇങ്ങനെയാണ് അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, ഒരു വൻ നഷ്ടമായിപ്പോയി, പരാജയമായിപ്പോയി അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വില ഈ സമയം അവർ മനസ്സിലാക്കുന്നുണ്ടാകാം. ഓക്കെ, തെറ്റായത് കൂടുതലും ഈ നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി നിങ്ങളായിട്ടൊരു വിവാഹേതര ബന്ധങ്ങളായിരിക്കാം, സമൂഹം അംഗീകരിക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കാം. പിന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക മറച്ചു വെക്കുന്നുണ്ടാകാം, കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാകാം. നിങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടാകാം, അവരും മറച്ചു വെച്ചിട്ടുണ്ടാകാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ ഒട്ടും കണക്റ്റഡ് അല്ല എന്ന് തന്നെ പറയാം. ദേഷ്യം, വഴക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടാകാം. സെൽഫിഷായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നൊരു സമയമായിരിക്കാം. നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഈ ഒരു സമയം നിങ്ങളുടെ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, പിന്നെന്താ പറയുക, ഇതൊരു തെറ്റായ വിജയമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ എന്തിനാണ്, ചിലപ്പോൾ നിങ്ങളോ അവരോ ഓക്കെ എന്തിനാണ് ഈ ഒരു ബന്ധം ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നോക്കുന്നുണ്ടാകാം. എന്താണ് ഇതിൻ്റെ ഒരു സത്യം? ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിനെ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നതാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ടാകാം. ഓക്കെ, എൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എന്ന്. അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, കുറേ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധയെ മറ്റുള്ളവർ മുതലെടുത്തതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു പകുതി പേർക്ക്, നമ്മൾ ഈ പറഞ്ഞ പോലെ പകുതി പേർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല, തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നറിയുന്നില്ല. അവർ വിഷമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് അവരൊരു കുഴപ്പം കൊണ്ടായിരിക്കാം നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയത്. അവർ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരാത്തത് എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. കാരണം നിങ്ങൾ തമ്മിൽ ജാതി, മതം, അങ്ങനെ എല്ലാ കാര്യത്തിലും, ഈ വിവാഹേതര ബന്ധങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകാം. ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും. പണ്ട് നിങ്ങളുടെ ഒരു ബന്ധം ഉണ്ടായിരുന്നപ്പോൾ ഓക്കെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഓക്കെ ആയിരിക്കില്ല. കുറേ കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തി ഈ ഒരു സമയം റിയലൈസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് വെച്ചിട്ട് നോക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ. അശ്രദ്ധ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ അത്തരത്തിൽ വന്നത് നിങ്ങളെ വളരെയധികം ഹീൽ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി സഡൻലി നിങ്ങൾക്കൊരു മാറ്റം വന്ന് നിങ്ങളുടെ ഒരു ബന്ധം വല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോയത്, അങ്ങനെ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. വളരെ പെട്ടെന്ന് സംഭവിച്ചത്, നല്ല രീതിയിൽ പോയിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ പേർക്കും നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഒരു 50-50 ആണ് പറയുന്നത്. ഒരു 10% അവർക്ക് കുറ്റബോധം, അവരുടെ ഭാഗത്തായിരുന്നു തെറ്റ്, നല്ല രീതിയിൽ ഞാൻ എന്നെ വിലയിരുത്തിയില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നിങ്ങളൊരു ബന്ധം വല്ലാത്തൊരു സ്റ്റേജിലോട്ട് വഴി മാറിയിട്ടുണ്ടാകാം. നിങ്ങൾ തമ്മിൽ വല്ലാത്തൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാകാം. കമ്മ്യൂണിക്കേഷൻ വളരെയധികം തന്നെ കുറഞ്ഞിട്ടുണ്ടാകാം. ഇപ്പോൾ വീണ്ടും അത്തരൊരു കാര്യം നിങ്ങളിലോട്ട് തിരിച്ചു വരുമ്പോൾ, ഒരു പകുതി ആൾക്കാർ ചിന്തിക്കുന്ന അങ്ങനെ, തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എത്തരത്തിൽ അതിനെ സ്വീകരിക്കും, എത്തരത്തിൽ അത് മുന്നോട്ട് പോകും, ഈ ഒരു ബന്ധം വീണ്ടും സ്റ്റേബിളായിട്ട് തുടരാൻ പറ്റുമോ പണ്ടത്തെ പോലെ എന്നൊക്കെ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആണെന്ന് പറയാം. ഒരു പപ്പാതിയാണ് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത്. കുറച്ച് പേര് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഒരു വ്യക്തമായ റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കും. റീഡിങ്ങിൻ്റെ ഒന്നും ആക്ച്വലി ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണെന്ന് നമുക്ക് ചിന്തിക്കുക അറിയാം. നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം നമുക്ക് തിരികെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ നിൽക്കുക. അല്ലാതെ നമ്മളവിടെ ഒറ്റയ്ക്ക് ബെഗ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. അത് മാത്രമേ ഉള്ളൂ ഒറ്റൊരു കാര്യം. അതിന് റീഡിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് അത്തരത്തിൽ വേണം. അത് ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റാണ്. അങ്ങനെ തീരുമാനം എടുക്കുന്നവർക്ക് എടുക്കാം. കൂടുതൽ പേർക്ക് ആ വ്യക്തിനെ മറക്കാനാണ് ബുദ്ധിമുട്ട്. പക്ഷേ അത് അവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ആ വ്യക്തിനെ ഇത്രയധികം വേദനിക്കുന്നു എങ്കിൽ ആ വ്യക്തിയും വേദനിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെയുള്ള എന്തുകൊണ്ട് അവരൊരു ആക്ഷൻ എടുക്കുന്നില്ല, നിങ്ങൾ മാത്രം ആക്ഷൻ എടുക്കാൻ? അപ്പോൾ അതിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ആത്മാർത്ഥത, അതേ സ്നേഹം അവർക്ക് നിങ്ങളോടില്ല എന്നാണ് അർത്ഥം. പിന്നെ അത്തരം ഒരു ബന്ധത്തിൽ നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തി, നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ്? 50-50 ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ എന്ത് വേണമെന്നറിയാൻ നിൽക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മൊത്തം നമ്മുടെ ഈ റീഡിങ് ഇതാണ്. നിങ്ങൾ ആ വ്യക്തിനെ ചിന്തിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് കാണാം.
പിന്നെ മറ്റു ചാനലിൽ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ഡിസംബറിൽ നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങൾ മാറുമോ, ഏതൊരു തരത്തിലാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നോക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഏതൊരു വീഡിയോ കാണുമ്പോഴും മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് റെസനേറ്റ് ആകുന്നുണ്ടാകാം. ഒന്നിനെയും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക. പുതിയ കണ്ടൻറ്റുകൾ പറയാം, നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, നമ്മുടെ പഴയ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓൺ കോളിലാണ് റീഡിങ് കിട്ടുന്നത്. നിങ്ങളെപ്പോഴാണ് പണം അടച്ച ആ സമയം തുടങ്ങി 24 hours തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നമ്മൾ റീഡിങ് എടുത്ത് ഗൈഡൻസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.